മക്കളെ, ഇന്ന് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ അനൂട്ടി ജാങ്കിയാം എന്ന നിങ്ങളുടെ രണ്ടാമത്തെ യൂണിറ്റ് ബാദൽ എന്ന കവിത അല്ലേ, ബാദൽ എന്ന കവിത നിങ്ങൾ പഠിച്ചതാണ്. അതിൽ നിങ്ങളിവിടെ പിക്ചർ കണ്ട വളരെ മനോഹരമായ പിക്ചറാണ് ഞങ്ങൾക്ക് അതിൽ തന്നതല്ലേ, എന്തൊരു ഭംഗിയാണ്. അപ്പോൾ ഈ പിക്ചറിനെയൊക്കെ ഹിന്ദിയിൽ എന്താണ് ഇതിൻ്റെയൊക്കെ പേര് എന്ന് നമുക്ക് പഠിക്കണം അല്ലേ. ഇതിൻ്റെയൊക്കെ പേര് നമുക്ക് ഹിന്ദിയിൽ പഠിക്കണം. അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പിന്നെ ഇതൊക്കെ എങ്ങനെ സെൻറ്റൻസ് ആയിട്ട് എഴുതാം എന്നും നമ്മളിന്ന് പഠിക്കുന്നു. ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്ന കാര്യവും നമ്മൾ പഠിക്കുന്നു. രസകരമായ രീതിയിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ബോറായിട്ട് തോന്നാത്ത രീതിയിൽ ഹിന്ദി പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ കാണുന്നത് എന്താണ്? ഒരു മരമാണല്ലേ, നല്ല ഭംഗിയുള്ള മനോഹരമായ വലിയ ഒരു മരം. ഇതെന്ത് മരമാണ്? ആംക പേടാണ്. ഇതിലൊക്കെ നിൽക്കുന്നത് മാങ്ങയാണ് കേട്ടോ. ഇത് ആംക പേടാണ്. ഇതിൽ ആം പറഞ്ഞാൽ മാങ്ങ. ഇതിലെന്തുണ്ട്? മാങ്ങയുണ്ട്. അപ്പോൾ നമുക്ക് എഴുതിയത് നോക്കാം. ആം കാ പേട്, ആം എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യം തന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന ബാദൽ എന്നാണ്. ബാദൽ എന്ന് പറഞ്ഞാൽ കണ്ടോ, ആം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ കണ്ടോ, ആം എന്ന് എഴുതിയിട്ടുണ്ട്. അവിടേക്ക് വരാം. നമുക്കിവിടെ എഴുതിയതിനനുസരിച്ച് പിക്ചർ നോക്കാം, അതാവും നന്നാവുക. ഇവിടെ എഴുതിയത് ബാദൽ എന്നാണ്. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം അല്ലേ. മേഘം കണ്ടവിടെ കണ്ടോ, മേഘങ്ങൾ പല രൂപത്തിൽ ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണല്ലേ. പല രൂപത്തിലുള്ള മേഘം ചെമ്മരിയാടിനെ പോലെ ഉണ്ടോ, ചെമ്മരിയാടിനെ പോലെ നിൽക്കുന്നു. മരത്തിനെ പോലെ, ആനയെ പോലെ ഉണ്ടോ, നമ്മുടെ ആന, ഇവിടെയുണ്ടോ ഒരു ആന അല്ലേ. ആനയെ പോലെയും പിന്നെ എന്താണ്, ചെമ്മരിയാടിനെ പോലെയും മരത്തിനെ പോലെയൊക്കെ തോന്നിക്കുന്ന ബാദലിനെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ കുതിരയുണ്ട്, അതാ കുതിരയെ പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ. ബാദൽ കണ്ടല്ലോ, അതാണ് ബാദൽ, മേഘം. അടുത്തത് പേട്. നമ്മൾ ഫസ്റ്റ് നോക്കിയില്ലേ, ഫസ്റ്റ് നോക്കിയത് അവിടെ പേട് കണ്ടാ, പേട്. പിന്നെന്താണ്? പൗതേ പറഞ്ഞ ചെടികൾ. ചെടികൾ കണ്ടോ, നല്ല പൂക്കളൊക്കെ മനോഹരമായ ചുവന്ന പൂക്കൾ. ചുവപ്പിന് എന്താ പറയാ? ലാൽ അല്ലേ. അപ്പം മനോഹരമായ ചുവന്ന പൂക്കളൊക്കെ, റോസ് കളറിലെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന മനോഹരമായ ചെടികൾ. പൗതേ പറഞ്ഞതാണ് ചെടികൾ. പൗതേ. ആം പറഞ്ഞ മാങ്ങ. ആം മരത്തിലുണ്ട് മാങ്ങ കണ്ടോ. ആം പറഞ്ഞ എന്താണ്? മാങ്ങയാണ്. ഇത് മാവാണ്, മാങ്ങയാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. പിക്ചർ കണ്ടാൽ വേറെ എന്തോ ഫ്രൂട്ടാണെന്നാണ് തോന്നുന്നത് അല്ലേ. അപ്പോൾ എന്താണിത്? മാങ്ങയാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ചട്ടാൻ എന്ന് പറഞ്ഞാൽ പാറ. നിങ്ങളുടെ ചിത്രത്തിലുണ്ട് പാറ ഉണ്ടോ, വലിയ പാറക്കല്ലുകൾ കണ്ടോ, വലിയ പാറക്കല്ലുകൾ. അപ്പം എന്താണ് ഇതിന് പറയുന്നത്? ചട്ടാൻ എന്ന് പറഞ്ഞാലാണ് പാറ, ചട്ടാൻ. അടുത്തത് ആംകാ പേട്. നമ്മൾ നേരത്തെ നോക്കിയില്ലേ പേട്, അതന്നെ ആംകാ പേടാണത്. അടുത്തതോ താലാബ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് താലാബ് അല്ലേ. താലാബ് പറഞ്ഞാൽ കുളത്തിൽ പോവാനും കുളത്തിൽ കുളിക്കാനും ആ വെള്ളത്തിൽ കളിക്കാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ. അതവിടെ കുളം കണ്ടോ, കുളത്തിൽ എന്തുണ്ട്? വെള്ളമുണ്ട്, നല്ല വെള്ളമാണല്ലേ, നല്ല തെളിഞ്ഞ വെള്ളമാണ് ഈ കുളത്തിലുള്ളത്. ഈ കുളത്തിൽ മത്സ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ തവളയുണ്ട് കണ്ടോ. തവള ഇവിടെ ഇരിക്കുന്നത്, കരയ്ക്ക് കയറിയിരിക്കുന്നു തവള. പിന്നെ അതുപോലെ ഗിർഗിറ്റ് ഉണ്ട്. എന്താ ഗിർഗിറ്റ് പറഞ്ഞാൽ? ഓന്ത് കണ്ട വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പം എന്താണ്, നമ്മുടെ കുളത്തിലെ വെള്ളം നല്ല മനോഹരമായിട്ട് വൃത്തിയുള്ള നല്ല തെളിഞ്ഞ വെള്ളമാണ് അല്ലേ. ഇതാണെന്ത്? താലാബ്. എന്താണ്? താലാബ് പറഞ്ഞാലാണെന്ത്? കുളം, താലാബ്. ഇനി അടുത്തത് എന്താണ് അതിലുള്ള? പാനി. നമ്മൾ ആ താലാബിൽ കണ്ടു പാനി അല്ലേ. ആ കുളത്തിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. പിന്നെ പത്ത, ഗാസ്, ഫൂൽ. ഇത് മൂന്നും നമുക്ക് നോക്കാം. പത്ത പറഞ്ഞ ഇല, ഗാസ് പറഞ്ഞ പുല്ല്, ഫൂൽ പറഞ്ഞ പൂവ്. അപ്പം ഇലയും പുല്ലും പൂവാണ് നമ്മൾ നോക്കാൻ പോണത്. ഇലകൾ ഇതാ പത്തേ എല്ലായിടത്തും ഉണ്ട് പത്തയില്ലേ. എവിടെ ഉണ്ട് പത്തേ? ഇവിടെ ഇതാ പത്തേ പറഞ്ഞ എന്താണ്? ഇലകൾ. പിന്നെ എന്താ? ഗാസ് ഇതാ പുല്ല്. ഇവിടെ ഇതാ നിറയെ പുല്ലുകൾ കണ്ടോ, ഇവിടെയൊക്കെ പുല്ലുണ്ട്. അപ്പം എന്താണ്? ഗാസ്, പത്തേ ഗാസ്. പിന്നെ നമ്മൾ എന്തോ ഒന്നും കൂടെ അവിടെ നോക്കിയല്ലോ, പത്തേ ഗാസ്. പിന്നെ അതുകൊണ്ട് ഫൂൽ ഇതാ പൂക്കൾ. എന്താണ്? പൂക്കൾ ഇതാ അവിടെ ഉണ്ടോ, പൂക്കൾ. ഇവിടെയൊക്കെ പൂക്കളുണ്ട്.
അപ്പോൾ പത്തേ ഗാസ് ഫൂല് നമ്മൾ നോക്കി. മോർ ഹാത്തി പാനിക്ക് ബൂന്തേം. മോർ മോർ എന്താണ്? ഇതാണ് മോർ. മോർ മയില്. മോർ കണ്ടോ? ഇതാണ് മോർ എന്ന് പറയുന്നത്. മോർ. ഹാത്തി ഹാത്തി ഹാത്തി. ഇവിടെ ഒരു ഹാത്തി. ഹാത്തി. മോർ ഹാത്തി. പാനിക്ക് ബൂന്തേം. പാനിക്ക് ബൂന്തേം. മഴ പെയ്യുമ്പോൾ വെള്ളത്തുള്ളികൾ താഴോട്ടേക്ക് ഇങ്ങനെ ഇറ്റി വരുന്നത് കണ്ടോ? പാനിക്ക് ബൂന്തേ. അവിടെയൊക്കെ പാനിക്ക് ബൂന്തയുണ്ട്. പാനിക്ക് ബൂന്തേം. വെള്ളത്തുള്ളികൾ. ഇതൊക്കെ വെള്ളത്തുള്ളികൾ താഴോട്ട് വരികയാണല്ലേ മഴ പെയ്തിട്ട്. മഴയാണത് അങ്ങനെ വര പോലെ അങ്ങനെ പെയ്യണുണ്ടോ? മഴ പെയ്തിട്ട് എന്തുണ്ടാവുന്നു? വെള്ളത്തുള്ളികൾ ഇങ്ങനെ താഴോട്ടേക്ക് വീഴാണ്. പാനിക്ക് ബൂന്തേം. കണ്ടോ? ബൂന്ത് പറഞ്ഞാൽ തുള്ളി. പാനിക്ക് ബൂന്തേം. വെള്ളത്തുള്ളികൾ. പിന്നെ തിത്തലിയാണ് വർഷ. വർഷ പറഞ്ഞാൽ മഴ. നമ്മളിപ്പോൾ അവിടെ കണ്ടല്ലോ മഴ. നമ്മൾ വരച്ചൊക്കെ നോക്കിയില്ലേ? മഴ നമ്മളവിടെ കണ്ടതാണ്. അതിനാണ് എന്ത് പറയുന്നത്? വർഷ. പിന്നെ മേണ്ടക്കിനെ നമ്മൾ കണ്ടു അല്ലേ? ആ കുളത്തിൻ്റെ കരയിൽ ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ട് മേണ്ടക്ക്. മേണ്ടക്ക് എന്താണ്? തവള. തവളയെന്ന് നമ്മളവിടെ കണ്ടില്ലേ? മേണ്ടക്ക് അവിടെ അങ്ങനെ കയറിയിരിക്കുന്ന ഒരു പിക്ചർ നമ്മൾ കണ്ടതാണ്. മേണ്ടക്ക് എന്താണ്? തവള. ഗിർഗിറ്റിനെ നമ്മൾ അപ്പം തന്നെ കണ്ടു അല്ലേ? ഗിർഗിറ്റ് എന്താണ്? ഓന്ത്. ഓന്തിനെ നമ്മളവിടെ കണ്ടില്ലേ? ഒരു ഓന്ത് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നമ്മൾ കണ്ടു. അതെന്താണ്? ഗിർഗിറ്റ്. ഗിർഗിറ്റ്. ഗായ്. തിത്തലി പിന്നെ നമ്മൾ നോക്കിയിട്ടില്ല അല്ലേ? തിത്തലി. മുകളിലെ ഏറ്റവും മുകളിൽ തിത്തലി പറഞ്ഞാൽ എന്താണ്? ഇതാണ് തിത്തലി. തിത്തലി പറഞ്ഞാൽ പൂമ്പാറ്റ. തിത്തലി എന്താണ്? പൂമ്പാറ്റ. പൂമ്പാറ്റയ്ക്കാണ് തിത്തലി എന്ന് പറയുന്നത്. ഗായ്. ഗോഡ. ഗോഡ പറഞ്ഞ കുതിര. ഗായ് പറഞ്ഞ പശു. ഗോഡ കുതിര. ഗായ് കണ്ടോ? ഗായ് പാലും പൊക്കി പിടിച്ച് ഓടുന്നുണ്ടല്ലേ? ഗായ്. ഗോഡ പറഞ്ഞ എന്താണ്? കുതിര. ഓക്കെ. അപ്പൊ എത്രയാണ് പിക്ചർ ഇതിലുള്ളത്? ഗിർഗിറ്റ്, മേണ്ടക്ക്, തിത്തലി, പാനിക്ക് ബൂന്തേ, പേട്, പത്തേ, പൗതേ ചെടികൾ. ഇതവിടെ പൗതേ ചെടികൾ. ചട്ടാൻ പാറ. മോർ പേട്. ഗാസ് പുല്ല്. ഉണ്ടോ? ഗാസ്. അപ്പോൾ എല്ലാ പിക്ചറും നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മളിപ്പോൾ ഈ ചിത്രത്തിലുള്ള ഇതെന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇതിൻ്റെയൊക്കെ ഹിന്ദി നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി അതൊക്കെ സെൻറ്റൻസ് ആക്കണം. അതൊക്കെ നമുക്കൊരു സെൻറ്റൻസ് ആയിട്ട് നോക്കാം. ആസമാൻ മേ ബാദൽ ഹേ. ആകാശത്ത് മേഘമുണ്ട്. ഉണ്ടോ? ആകാശത്ത് എന്തുണ്ട്? മേഘം. മേഘം അങ്ങനെ പല രൂപത്തിൽ കാണപ്പെടുന്നു. ആകാശത്ത് മേഘം. ആസമാൻ മേ ബാദൽ ഹേ. അടുത്തതോ? പാനി ബറസ് രഹാ ഹേ. മഴ പെയ്യുന്നു. മഴ പെയ്യുന്നു. മഴ പെയ്യുന്നുണ്ടോ? മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ളത്തുള്ളി താഴോട്ടേക്ക് ഇങ്ങനെ വരികയാണ്. മഴ പെയ്യുന്നു. ഇവിടെയൊക്കെ കണ്ട വെള്ളത്തുള്ളി താഴോട്ടേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പോൾ പാനി ബറസ്ന പറഞ്ഞാൽ എന്താണ്? മഴ പെയ്യുക. പാനി ബറസ് രഹാ ഹേ. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. മോർ നാച്ച് രഹാ ഹേ. മോർ പറഞ്ഞ മയില്. മയില് നൃത്തം ചെയ്യുന്നു. മയില് കണ്ട പീലി വിടർത്തി നൃത്തം ചെയ്യാണ് മഴ പെയ്തപ്പോൾ. മയില് നൃത്തം ചെയ്യുന്നു. മയിൽ നൃത്തം ചെയ്യുന്നു. പിന്നെ എന്താണ്? താലാബുമേ പാനി ഹേ. കുളത്തിൽ വെള്ളമുണ്ട്. കുളത്തിൽ വെള്ളം നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ? അതാ കുളത്തിൽ വെള്ളം ഉണ്ട്. അതാണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്തെന്താണ്? പേടോപ്പർ ഫൽ ഹേ. മരത്തിൽ എന്തുണ്ട്? പഴങ്ങളുണ്ട്. പേടോപ്പർ ഫൽ ഹേ. പേടോപ്പർ ഫൽ ഹേ. മരത്തിൽ പഴങ്ങൾ ഉണ്ട്. പേടോപ്പർ ഫൽ ഹേ. യഹ് ആം കാ പേട് ഹേ. അത് മാവിൻ്റെ മരമാണ്. മാവ് മരമാണത്. ആം കാ പേട്. ബാരിഷ് ആനെ പർ സബി ജാൻവർ ഖുഷ് ഹോത്തെ ഹേ. മഴ വന്നപ്പോൾ എല്ലാ മൃഗങ്ങളും സന്തോഷിക്കുന്നു. ഉണ്ടോ? എല്ലാവരും സന്തോഷമാണല്ലേ? മയിലിന് സന്തോഷമായി പീലി വിടർത്തി ആടുന്നു. ചെടികൾക്കും അതുപോലെ തന്നെ വൃക്ഷങ്ങൾക്കും നദിക്കും എല്ലാത്തിനും സന്തോഷമാണ് ആയതല്ലേ? അപ്പം എന്താണ്? മഴ വന്നപ്പോൾ എല്ലാ ബാരിഷ് ആനെ പർ സബി ജാൻവർ. എല്ലാ മൃഗങ്ങളും ഖുഷ് ഹോത്തെ ഹേ. സന്തോഷിക്കുന്നു. മൃഗങ്ങൾ മാത്രമല്ല മരങ്ങളും ചെടികളും എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് അല്ലേ മഴ വന്നപ്പോൾ. അപ്പോൾ ഇവിടെ എഴുതിയത് സബി ജാൻവർ എന്നാണ്. എല്ലാ മൃഗങ്ങളും എന്നാണ് എഴുതിയത്. ഇനി നമുക്ക്
എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്ന് കൂടെ നോക്കാം. നിങ്ങൾ ഇതൊക്കെ ഒറ്റയ്ക്ക് പഠിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമുക്ക് ചെറിയ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഹിന്ദി ഒരു പ്രയാസവുമില്ലാതെ പഠിക്കാൻ പറ്റും. ഓക്കെ. ബാരിഷ് ആനെ പർ കോൻ കോൻ ഖുഷ് ഹോത്തെ ഹേ എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. മഴ വന്നപ്പോൾ ആരൊക്കെയാണ് സന്തോഷിച്ചത്? കോൻ കോൻ ആരൊക്കെ, ഖുഷ് ഹോത്തെ ഹേ സന്തോഷിച്ചു. ആർക്കൊക്കെയാണ് സന്തോഷമായത്? മേണ്ടക്ക്, മധുമക്കി, നദി, നാലെ, പഹാഡ്, പേട്, പൗതെ, കൗവ ആദി. കൗവനെ നമ്മളിതിൽ കണ്ടിട്ടില്ല അല്ലേ? പക്ഷെ കൗവന്ന് എഴുതിയിട്ടുണ്ട്. കൗവ പറഞ്ഞാൽ എന്താ? കാക്ക. നമ്മൾ ഈ പിക്ചറിൽ കൗവനെ കണ്ടിട്ടില്ലല്ലോ. കൗവ പറഞ്ഞാൽ എന്താണ്? കാക്ക. മേണ്ടക്ക് പറഞ്ഞാൽ തവള. മധുമക്കി തേനീച്ച. നദി നാലെ, നദി തോട്, പർവ്വതം, മരം, ചെടി, എല്ലാത്തിനും സന്തോഷമാവുന്നുണ്ട് അല്ലേ? മേണ്ടക്ക് മധുമക്കി മാത്രമാണ് അതിലുള്ളത്. തിത്തലിയുണ്ട്, ഗായ് ഉണ്ട്, മോർ, പിന്നെന്തൊക്കെയാണുള്ളത്? ഗിർഗിറ്റ്. മേണ്ടക്ക് നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ചിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ പഠിച്ചതൊക്കെ നിങ്ങൾ എഴുതിയിട്ട് എന്താ പറയുക, അവരൊക്കെ സന്തോഷത്തിലാണ് എന്ന് ഉത്തരം എഴുതുക. മനസ്സിലായോ? ആരൊക്കെയാണ് സന്തോഷത്തിൽ വെച്ചാൽ അതിൽ എന്തൊക്കെ ചിത്രങ്ങളാണുള്ളത് അതിൻ്റെയൊക്കെ പേര് എഴുതിയിട്ട് എല്ലാവരും സന്തോഷത്തിലാണ്. ആദി അങ്ങനെ എഴുതാം. ആദി പറഞ്ഞാൽ മുതലായവ എന്നുള്ള അർത്ഥം. ആദി ഖുഷ് ഹോത്തേ ഹേ. മനസ്സിലായോ? ഇനി ചിത്ര കിസ്കി സൂചന ദേ രഹാ ഹേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചിത്രം എന്തിൻ്റെ സൂചനയാണ് നൽകുന്നത്? പ്രകൃതിക്ക് അനൂട്ടി ജാങ്കിയാം. പ്രകൃതിയിലെ വിചിത്രമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഈ ചിത്രം നമുക്ക് ഒരു സൂചന നൽകുന്നത് അല്ലേ? ചിത്രം എന്തിൻ്റെ സൂചന നൽകുന്നത്? പ്രകൃതിയിലെ സുന്ദരമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. പ്രകൃതിയിലെ വിചിത്രമായ കാഴ്ചകൾ, സുന്ദരമായ കാഴ്ചകൾ. ഓക്കെ. ഇനി അടുത്തത് ബാദൽ കഹാം ബൻതാ ഹേ. മേഘം എവിടെയാണ് ഉണ്ടാകുന്നത്? ആസ്മാൻ മേ അല്ലേ? ആകാശത്തിൽ. ആകാശത്തിലാണ് മേഘം ഉള്ളത്. ആകാശത്തിൽ. അപ്പം നമ്മൾ 3 ക്വസ്റ്റ്യൻ ഉണ്ടാക്കി അതിൻ്റെ ആൻസർ ഉണ്ടാക്കി നോക്കി. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത് എന്ന് നിങ്ങൾ പഠിച്ചു. കഹാം, കോൻ, കൈസേ അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പം ഇവിടെ കിസ്കി, ചിത്ര കിസ്കി. കിസ്കി പറഞ്ഞാൽ എന്തിൻ്റെ സൂചനയാണ് ഈ ചിത്രം നൽകുന്നത് എന്നാണ് ചോദിച്ചത്. കോൻ പറഞ്ഞ ആര്. കോൻ പറഞ്ഞ ആരെല്ലാം. കഹാം പറഞ്ഞ എവിടെ. എവിടെ. കഹാം പറഞ്ഞ എന്താണ്? എവിടെ. ഓക്കെ. അപ്പം എത്രയാണ് നമ്മൾ ഇതിൽ നോക്കിയത്? ചിത്രത്തിൻ്റെ പേര് പഠിച്ചു, സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചു, ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും പഠിച്ചു അല്ലേ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്ലാസ് കണ്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക.